അമേരിക്കൻ ജാസ് ഗ്രൂപ്പുകൾ അവരുടെ സംഗീത പരിപാടി ആരംഭിക്കുമ്പോൾ പലപ്പോഴും ആലപിക്കുന്ന ഒരു സുവിശേഷ ഗീതം, ഒരു ഗോസ്പൽ മെലഡി ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ വരികൾ ഇപ്രകാരമാണ്: "Oh when the saints go marching in, oh when the saints go marching in, I want to be in that number. Oh when the saints go marching in, oh when the saints go marching in." വിശുദ്ധർ ഇങ്ങനെ ഒരു പ്രദക്ഷിണമായി മുന്നോട്ട് പോകുമ്പോൾ ഐ വോണ്ട് ടു ബി ഇൻ ദാറ്റ് നമ്പർ, അവരോടൊപ്പം എനിക്കും ഉണ്ടാകണം, ഞാനും കൂടിച്ചേരണം. ഓ വെൻ ദ സെയിൻസ് ഗോ മാർച്ചിങ് ഇൻ. ഈ വിശുദ്ധരെല്ലാം ഇങ്ങനെ മാർച്ച് പാസ്റ്റിൽ ഒരുമിച്ച് പ്രദക്ഷിണമായി ഒരു സമൂഹമായി നീങ്ങുമ്പോൾ ഞാനും അവരോട് കൂടെ ഉണ്ടാകണം. ഈ ഗാനം ആദ്യമായി റെക്കോർഡ് ചെയ്തത് 1923 പാരമൗണ്ട് ജൂബിലി കൊയർ ആണ് റെക്കോർഡ് ചെയ്തത്. അത്രയും പുരാതനമായ ഈ ഗാനം പക്ഷെ വളരെ നവ്യമായ ഒരു ആശയം നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആധാരം, അടിസ്ഥാനം വെളിപാടിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദ്യമാണ്. അതിൽ 7-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: "ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിൻ്റെ മുൻപിലും നിന്നിരുന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ" അവർ പറഞ്ഞു. അങ്ങനെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ വിശുദ്ധാത്മാക്കൾ വെള്ള മേലങ്കി അണിഞ്ഞ് കുരുത്തോലയുമായി പിടിച്ചു നിൽക്കുന്നത് ആ ഒരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഗീതത്തിൽ അലയടിക്കുക. അതിൻ്റെ തുടർന്നുള്ള വരികൾ ഇപ്രകാരമാണ്: "Oh when the drums begin to bang, oh when the drums begin to bang, I want to be in that number. Oh when the saints go marching in." കാഹളധ്വനികൾ ഇപ്രകാരം മുഴക്കുമ്പോൾ അവരോടൊപ്പം ഞാനുമുണ്ടാകണം. ഈ വിശുദ്ധാത്മാക്കൾ, വിശുദ്ധർ ഒരു പ്രദക്ഷിണമായി മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ "Oh when the trumpets sounds its call, oh when the trumpet sounds its call, I want to be in that number. Oh when the saints go marching in." കാഹളനാദം മുഴക്കുമ്പോൾ അവരോടൊപ്പം ഞാനും ഉണ്ടാകണം. വിശുദ്ധാത്മാക്കൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, പ്രദക്ഷിണമായി നീങ്ങുമ്പോൾ അവരോടൊപ്പം ഞാനും ഉണ്ടാകണം. ഇതാണ് നാം ഓരോരുത്തരും ലക്ഷ്യം വയ്ക്കേണ്ടത്. വിശുദ്ധാത്മാക്കളുടെ ആ നിരയിൽ ഞാനും എണ്ണപ്പെടണം. എൻ്റെയും ജീവിതം വിശുദ്ധിയിൽ നീങ്ങണം. എത്രയോ മഹോന്നതമായ മഹത്തായ ഒരു ചിന്ത. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000 ആണ്ടിലെ ലോക യുവജന സമ്മേളനത്തിന് ആമുഖമായി നൽകിയ സന്ദേശത്തിൽ മാർപ്പാപ്പ പ്രത്യേകമായി യുവജനങ്ങളോട് എടുത്തു പറഞ്ഞത് ഇതാണ്: "യങ് പീപ്പിൾ ഓഫ് എവറി കോണ്ടിനെൻറ്റ്, ഡു നോട്ട് ബി അഫ്രെയ്ഡ് ടു ബി സെയിൻസ് ഓഫ് ദ ന്യൂ മില്ലേനിയം." ലോകത്തിലെമ്പാടുമുള്ള യുവജനങ്ങളെ, നിങ്ങളും ഈ പുതിയ കാലഘട്ടത്തിൽ വിശുദ്ധരായിത്തീരുവാൻ നിങ്ങൾ മടിക്കരുത്, ഭയപ്പെടരുത്. അതാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന, അൾത്താരയുടെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തിലുള്ള താൻ സ്നേഹിച്ച യുവജനങ്ങളോട് എല്ലാവരോടുമായി പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം എഴുതി: "ബി
ധ്യാനത്തിൻ്റെ വക്താക്കളായി മാറുക. ലവ് പ്രെയർ, പ്രാർത്ഥനയെ നിങ്ങൾ സ്നേഹിക്കുക. ബി കൊഹറൻറ്റ് വിത്ത് യുവർ ഫെയ്ത്ത് ആൻഡ് ജനറസ് ഇൻ ദ സർവീസ് ഓഫ് യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവിൻ. നിങ്ങളുടെ സഹോദരങ്ങളുമായി സ്നേഹത്തിൽ, അവരുടെ ശുശ്രൂഷയിൽ വ്യാപരിക്കുവിൻ. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകമായി യുവജനങ്ങളോട് ഈ 2000 ആണ്ടിലെ സന്ദേശത്തിൽ 1999 ജൂൺ മാസം 29-ാം തീയതി വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അതിൻ്റെ സമാപനത്തിൽ മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഉദാഹരണം കൊടുത്തുകൊണ്ട് വ്യക്തമാക്കി, മേരി ഈസ് ദ ഡോൺ വിച്ച് പ്രിസീഡ്സ് ദ റൈസിംഗ് ഓഫ് ദ സൺ ഓഫ് ജസ്റ്റിസ്, ക്രൈസ്റ്റ് അവർ റിഡീമർ. പരിശുദ്ധ കന്യകാമറിയമാണ് ഉദിച്ചുയരുന്ന നീതിസുരനായ ക്രിസ്തുവിൻ്റെ മുന്നോടിയായി കടന്നു വരുന്ന ആ ഉഷകാല നക്ഷത്രം. With her yes at the Annunciation, as she opened herself completely to the Father's plan, she welcomed and made possible the incarnation of the Son. ദൈവത്തിൻ്റെ അരുമ മകനായ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് ഇടയാക്കിയത് പരിശുദ്ധ അമ്മയുടെ സമ്പൂർണമായ സമർപ്പണത്തോടു കൂടിയുള്ള ആ യെസ്, ദൈവത്തിൻ്റെ തിരുച്ചിത്തമനുസരിച്ചുള്ള സ്വയം സമർപ്പണം വഴിയാണ്. ഇതുപോലെ യുവജനങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ തങ്ങളുടെയും ജീവിതം സമ്പൂർണമായി ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിലും സ്വയം സമർപ്പിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി സമർപ്പിതമാകുമ്പോൾ, അവരും അമ്മയെപ്പോലെ വിശുദ്ധമായ ജീവിതത്തിൻ്റെ വക്താക്കളായി മാറും എന്നാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവജനങ്ങളോടായി പറഞ്ഞത്. ഇത് ലോകത്തെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളോടുമുള്ള പ്രത്യേകമായ ഒരാഹ്വാനമാണ്. വിശുദ്ധരാകുക. വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. യുവജന മതബോധന ഗ്രന്ഥത്തിൽ യുകാറ്റിൽ അതിൻ്റെ 132-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു. അത് ലിയോൺ ബ്ലോയ് എന്ന ചിന്തകനെ, എഴുത്തുകാരനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാക്യം, അവസാനം ഒരു ദുരന്തമേ ഉള്ളൂ, ഒരു വിശുദ്ധനായി തീരുന്നില്ല എന്നതു തന്നെ. മനുഷ്യജീവിതത്തിലെ ദുരന്തം ഈ വിശുദ്ധനായി എനിക്ക് തീരുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി വിശുദ്ധമായി ജീവിക്കുവാൻ. ഐ വോണ്ട് ടു ബി ഇൻ ദാറ്റ് നമ്പർ. വിശുദ്ധരെല്ലാം ഇങ്ങനെ പ്രദക്ഷിണമായി നീങ്ങുമ്പോൾ ഞാനും അവരോടൊപ്പം ഉണ്ടാകണം. യുകാറ്റിൽ തന്നെ 146-ാമത്തെ ഖണ്ഡികയിൽ പുണ്യാന്മാരുടെ ഐക്യത്തെപ്പറ്റി വിവരിക്കുന്ന ഭാഗമുണ്ട്. ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുകയും മാമോദീസയിലൂടെ അവിടുത്തേതായിരിക്കുകയും ചെയ്യുന്ന ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവരും കൂടിയുള്ളതാണ് പുണ്യാന്മാരുടെ ഐക്യം എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ മരിച്ചവർ മാത്രമല്ല, അനുദിന ജീവിതത്തിൽ തങ്ങളുടെ വിശ്വാസം സമ്പൂർണ്ണമായി പാലിക്കുകയും മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ജീവിതമാണ്. നാം എല്ലാവരും വിശുദ്ധരായി മാറണം. അതായിരിക്കണം നമ്മുടെ തീരുമാനവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും. യൂദാസിൻ്റെ ലേഖനം, അതിൻ്റെ ഏക അധ്യായമുള്ള ഒരു കൊച്ചു ലേഖനമാണത്. അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നമ്മുടെ വിശ്വാസത്തിൽ അനുദിനം അഭിവൃദ്ധി പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വിശുദ്ധമായ ജീവിതത്തിലേക്ക് നടന്ന് അടുക്കുക. തുടർന്നുള്ള വാക്യം, യൂദാസിൻ്റെ ലേഖനം 21-ാം വാക്യം:
നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ കാരുണ്യം അത് പ്രകടമാകുക കാൽവരിയിലെ കുരിശിലാണ്. തന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു കാൽവരി മലയിൽ നമ്മളോടുള്ള അനന്തമായ സ്നേഹം അവിടുന്ന് വ്യക്തമാക്കുന്നു. തന്നെ സമീപിച്ചിരുന്ന എല്ലാവർക്കും ആശ്വാസമായി, ശുശ്രൂഷയായി ജീവിതം സമർപ്പിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെ ഒരു ജീവിതം, ആ ദൈവപിതാവിൻ്റെ കാരുണ്യം യേശു പ്രകടമാക്കി. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ. അനുദിന ജീവിതത്തിൽ നാം പ്രകടമാക്കുന്ന അനുകമ്പ, സമൂഹത്തിൽ വ്യഥ അനുഭവിക്കുന്നവരോട്, പ്രയാസങ്ങളിലായിരിക്കുന്നവരോട്, ചഞ്ചലചിത്തരോടുള്ള അനുകമ്പ. തുടർന്നെഴുതുന്നു, അഗ്നിയിലകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. പ്രലോഭനങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ആയിരിക്കുന്ന വ്യക്തികളെ കൈപിടിച്ചുയർത്തുക. മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തിലെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കാരുണ്യം കാണിക്കുക. അങ്ങനെ മാംസദാഹത്താൽ പാപസാഹചര്യങ്ങളിൽ കഴിയുന്നവരിൽ നിന്ന് അകന്ന് എന്നാൽ അവരോടും കാരുണ്യം കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ഈ ഒരു വിശുദ്ധ ജീവിതം, വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ അനുദിന ജീവിതത്തിൽ മുന്നേറുവാനുള്ള സാധ്യത. ആവിലായിലെ അമ്മ ത്രേസ്യ ഒരു വ്യക്തിയുടെ വിശുദ്ധ ജീവിതത്തെ അത് വ്യക്തമാക്കുക 3 കാര്യങ്ങളിലൂടെയാണെന്ന് അമ്മ ത്രേസ്യ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, സ്നേഹം. അത് ദൈവത്തോടുള്ള സ്നേഹവും എൻ്റെ സഹോദരോടുള്ള സ്നേഹവും. എൻ്റെ ജീവിതം വിശുദ്ധതയുടെ പാതയിലൂടെയാണ്, എൻ്റെ ജീവിതം വിശുദ്ധമാണ്, പരിശുദ്ധമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഉള്ള അളവുകോലാണ് എൻ്റെ ജീവിതത്തിലെ സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹവും എൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹവും ഒന്ന്. രണ്ടാമതായി അമ്മ ത്രേസ്യ വ്യക്തമാക്കുക സമസ്ത സൃഷ്ടികളിൽ നിന്നുമുള്ള ഒരു നിസ്സംഗത, അകൽച്ച, ഡിറ്റാച്ച്മെൻറ്റ്. ഒന്നിനോടും പ്രത്യേകമായ പ്രതിപത്തിയില്ലാതെ ഈ സൃഷ്ടവസ്തുക്കളിൽ നിന്നകന്ന് ആ സൃഷ്ടാവിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയുള്ള ആ ഒരു ജീവിതത്തിലെ തീരുമാനം. അമ്മ ത്രേസ്യ തന്നെ പറഞ്ഞു, ഗോഡ് അലോൺ സഫൈസസ്. ദൈവം മാത്രം ആണ് നമുക്ക് ആവശ്യമുള്ളത്. ലെറ്റ് നത്തിങ് ട്രബിൾ യു. ഒന്നും നിന്നെ അലോസരപ്പെടുത്താതിരിക്കട്ടെ. ലെറ്റ് നത്തിങ് സ്കെയർ യു. ഒന്നും നിന്നെ ഭയപ്പെടാതിരിക്കട്ടെ. ഓൾ ഈസ് ഫ്ലീറ്റിംഗ്. എല്ലാം കടന്നു പോകുന്നു. ഗോഡ് അലോൺ ഈസ് അൺചേഞ്ചിങ്. ദൈവം മാത്രമാണ് മാറ്റമില്ലാത്തത്. ഗോഡ് അലോൺ സഫൈസസ്. ദൈവം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ ജീവിതത്തിൽ കരുണ്യമായത്. അപ്പോൾ രണ്ടാമത്തേത്, ഈ സൃഷ്ടവസ്തുക്കളിൽ നിന്നും ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായ ആർത്തിയും അഭിവാഞ്ചയും എല്ലാം മാറ്റിക്കൊണ്ട് എല്ലാറ്റിനോടും ഒരു വിശുദ്ധിയുടെ പര്യായമായ വിരക്തി കാത്തുസൂക്ഷിക്കുക, എ സെൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. അതാണ് ഈ നമ്മുടെ വിശുദ്ധ ജീവിതമാണ് നാം നയിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ്, അതിൻ്റെ ഒതൻറ്റിസിറ്റി, അതിൻ്റെ ആധികാരികത മനസ്സിലാക്കുവാനുള്ളത്. മൂന്നാമതായി, നമ്മുടെ എളിയ ജീവിതം, എ ലൈഫ് ഓഫ് ഹ്യൂമിലിറ്റി. മറ്റുള്ളവരോട് വിനീത ഭാവത്തോടുകൂടെ, എല്ലാവരോടും സ്നേഹത്തോടുകൂടെ വ്യാപരിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം സാവധാനം ആ വിശുദ്ധിയുടെ പാതയിലാണെന്ന് തെളിയുന്നു. അപ്പോൾ പരമപ്രധാനമായി സ്നേഹം ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം, സഹോദരങ്ങളോടുള്ള സ്നേഹം. രണ്ടാമതായി, ഈ സൃഷ്ടവസ്തുക്കളോടൊന്നും പ്രത്യേകമായ പ്രതിപത്തി ഇല്ലാതെ എല്ലാറ്റിനോടും എ സെൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്, ഒരുതരം വിരക്തിയുടെ ജീവിതം നയിക്കാനാകുക. മൂന്നാമതായി, എളിമയോടുകൂടെ വ്യാപരിക്കാനാകുക. ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുമ്പോൾ നമുക്കറിയാം, എൻ്റെ ജീവിതം സാവധാനം
അപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതമാണെന്ന്. അമ്മ ത്രേസ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെറുപ്പും ദേഷ്യവുമുള്ള വിശുദ്ധരിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ വെറുപ്പും വൈരാഗ്യവും പകയും പരിഭവവും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി, സാവധാനം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നാണ്. അമ്മ ത്രേസ്യ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഐ ഫിയർ അൺഹാപ്പി നൺ മോർ ദാൻ മെനി ഡെവിൾസ് എന്ന്. ഇങ്ങനെ സന്തോഷമില്ലാത്ത വിധത്തിൽ ജീവിക്കുന്ന സഹോദരിമാരെയാണ് എനിക്ക് വലിയ ചെകുത്താന്മാരെക്കാൾ ഭയം എന്ന്. കാരണം ആ ജീവിതത്തിൽ സന്തോഷമുള്ളപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ജീവിതം വിശുദ്ധിയുടെ പാതയിലാണ്. എൻ്റെ പ്രാർത്ഥന അത് പരിപൂർണമാകുക എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നൽകുന്ന ശുശ്രൂഷയാണ്. പ്രയർ ഫിറ്റ്സ് അസ് ഫോർ സർവീസ്. ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ നമ്മെ കൂടുതൽ മറ്റുള്ളവരോടുള്ള ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് നടത്തുന്നു. തീർച്ചയായും പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുക വലിയൊരു വെല്ലുവിളിയാണ്. അനുദിന ജീവിതത്തിൽ ഒത്തിരി പ്രലോഭനങ്ങളും വെല്ലുവിളികളും നാം നേരിടുന്നു. മക്കബായക്കാരുടെ 2-ാം പുസ്തകത്തിൽ അതിൻ്റെ 7-ാം അധ്യായത്തിൽ ഒരമ്മയുടെയും 7 മക്കളുടെയും വിവരണം കൊടുക്കുന്നുണ്ട്. ഈ 7 മക്കളെയും അമ്മയെയും അവിടുത്തെ രാജാവ് പിടിച്ച് തടങ്കിലാക്കുന്നു. രാജാവ് അവരോട് ആവശ്യപ്പെടുന്ന ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം വെടിഞ്ഞുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ തുടങ്ങുക, നിങ്ങൾ സ്വതന്ത്രരാകും. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടമാകും. ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. മക്കബായക്കാർക്ക് എഴുതിയ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ, ഒരിക്കൽ രാജാവ് 7 സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിയും കൊണ്ട് അടിച്ച് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കുവാൻ നിർബന്ധിച്ചു. അവരിലൊരുവൻ അവരുടെ വക്താവെന്ന നിലയിൽ പറഞ്ഞു, ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അങ്ങനെ ഈ മൂത്ത സഹോദരനെ ബന്ധിച്ച് രാജാവ് അയാളുടെ നാവും കൈകാലുകളും ഛേദിക്കുവാനും ശിരസിലെ ചർമ്മം ഉരിയുവാനും ഉത്തരവിടുന്നു. എന്നാൽ ഈ മൂത്ത സഹോദരൻ മറ്റുള്ളവരുടെ മുൻപാകെ വ്യക്തമാക്കുന്നു, ശ്രേഷ്ഠമായ മരണം വരിക്കുവാൻ അവർ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു, അവിടത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നും. ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മൂത്ത സഹോദരൻ സന്തോഷത്തോടുകൂടെ ധീരതയോടുകൂടെ മരണം വരിക്കുന്നു. 2-ാമത്തെ സഹോദരൻ ഇപ്രകാരം വെല്ലുവിളികളും അവരുടെ ക്രൂര വിനോദത്തിനും ഇരയാകുമ്പോൾ പറയുക, അവൻ്റെ ശിരസിലെ ചർമ്മം മുടിയോടുകൂടെ ഉരിഞ്ഞു മാറ്റുമ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്, പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത്. അങ്ങനെ ആ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സ്വയം സമർപ്പിക്കുവാനും ആ നിയമങ്ങൾക്ക്, ആ ധർമ്മങ്ങൾക്ക് എതിരായി നീങ്ങാതിരിക്കുവാനും ഈ 2-ാമത്തെ മകനും തീരുമാനമെടുക്കുന്നു. 3-ാമത്തെ ആളെയും ഇപ്രകാരം പീഡനങ്ങൾക്ക് വിധേയനാക്കുമ്പോൾ സധൈര്യം കൈകാലുകളും നാവും നീട്ടിക്കൊടുത്തുകൊണ്ട് അഭിമാനപൂർവ്വം പറയുന്നു, ഇവ എനിക്ക് ദൈവം തന്നതാണ്. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു. അങ്ങനെ ധീരതയോടുകൂടെ ഈ 3-ാമത്തെ മകനും മരണത്തെ പുൽകുന്നു. പ്രലോഭനങ്ങളും ഈ പ്രതിസന്ധികളും അതിജീവിക്കുന്നു. അങ്ങനെ ഓരോ മകനും തങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന്
അവിടുത്തെ വിശുദ്ധ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുന്നു. അവസാനം ഇളയ മകൻ, അവനോട് അമ്മ പ്രത്യേകമായി പറയുന്നു, മകനെ, എന്നോട് ദയ കാണിക്കുക. 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു, 3 കൊല്ലം മുലയൂട്ടി, നിന്നെ ഇന്നുവരെ പോറ്റി വളർത്തി. മകനെ, ഞാൻ യാചിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും നോക്കുക, അവയിലുള്ള ഓരോന്നും കാണുക. ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കശാപ്പുകാരെ ഭയപ്പെടേണ്ട. സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക. മരണം വരിക്കുക. ദൈവകൃപയാൽ നിൻ്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കുവാൻ ഇടയാകട്ടെ. അങ്ങനെ അമ്മ ഈ മകനെയും പ്രചോദിപ്പിച്ചുകൊണ്ട് അവനെയും വീരമൃത്യു പ്രാപിക്കുവാൻ, ഈ പ്രലോഭനങ്ങളെല്ലാം അതിജീവിക്കുവാൻ അവനെയും പ്രചോദിപ്പിക്കുന്നു. അങ്ങനെ ആ ഇളയ സഹോദരനും തൻ്റെ മൂത്ത സഹോദരന്മാരെ പോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിതം സമർപ്പിക്കുന്നു. ഈ മക്കബായക്കാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പുത്രന്മാർക്കു ശേഷം അവസാനം മാതാവും മരിച്ചു. ബലിവസ്തുക്കളുടെ ഭോജനത്തെയും ക്രൂരപീഡനങ്ങളെയും സംബന്ധിച്ച് ഉള്ള ഈ വിവരണം വ്യക്തമാക്കുക. ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ടാകും, പലവിധത്തിലുള്ള പ്രലോഭനങ്ങൾ കടന്നു വരും. പക്ഷേ നമുക്ക് കരണീയമായത് ഈ ഒരു വിശുദ്ധ ജീവിതമെന്നും വിശുദ്ധിയുടെ, ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ പാതയിൽ നീങ്ങാനാകുക. അപ്പോഴാണ് നമുക്കും സന്തോഷത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ ആ വിശുദ്ധാത്മാക്കളുടെ എണ്ണത്തിൽ അവരോടൊപ്പം ആ ഗണത്തിൽ നാമും എണ്ണപ്പെടുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ വിശുദ്ധിയുടെ പാതയിലൂടെ ഞങ്ങളെയും നയിക്കണമേ. ഞങ്ങളും ആ കർത്താവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ജീവിതം ശുശ്രൂഷയായി മാറ്റുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരയണമേ. എന്നും ഞങ്ങളെ ആ വിശുദ്ധിയുടെ അനുഗ്രഹീത പാതയിലൂടെ കൈപിടിച്ച് നടത്തണമേ. പ്രലോഭനങ്ങളേതു വന്നാലും, പ്രതിസന്ധികളെ ഉണ്ടായാലും അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരയണമേ. പ്രിയമുള്ളവരെ, എത്രയോ മനോഹരമാണ് ആ ഗീതകം. "Oh, when the saints go marching in, oh, when the saints go marching in, I want to be in that number. Oh, when the saints go marching in." വിശുദ്ധരിങ്ങനെ പ്രദക്ഷിണമായി നീങ്ങുമ്പോൾ അവരോടൊപ്പം ഞാനും, നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം. വിശുദ്ധരമായ ഒരു ജീവിതം, അത് മരണത്തിനു ശേഷമുള്ള ജീവിതമല്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ. വിശുദ്ധ പദവിയിലേക്ക് ഈ സെപ്റ്റംബർ 4-ാം തീയതി ഉയർത്തപ്പെട്ട മദർ തെരേസ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് അറിയപ്പെട്ടു. നാമും ജീവിക്കുമ്പോൾ വിശുദ്ധരായി അറിയപ്പെടാൻ പരിശ്രമിക്കാം. നമ്മുടെയും ജീവിതം എന്നും പരിശുദ്ധമായ കർത്താവിൻ്റെ പാതയിലൂടെ നമുക്ക് തിരിച്ചുവിടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.